നമ്മുടെ മാക്ടിവിലൂടെ നമ്മൾ പലതരം പരിപാടികൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളും യുവജനങ്ങളുടെ കലോത്സവവും പിതൃവേദികളുടെ പരിപാടികളുമൊക്കെ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുന്നന്താനം സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം നടക്കുകയാണ്. നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള 3 ദിവസത്തെ ധ്യാനം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? കണ്ടില്ലേ ഈ ഒരു വൈബ്? നമ്മുടെ യുവജനങ്ങളെ പോലും തോൽപ്പിക്കുന്ന ഈ എനർജിയുള്ള ധ്യാനത്തിന്റെ വിശേഷങ്ങളിലേക്ക്. നിങ്ങൾ കണ്ടതുപോലെ ഭയങ്കര എനർജറ്റിക് ആണ് ഈ ധ്യാനം. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നവര് പല രൂപതകളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന്, പല പ്രായത്തിൽപ്പെട്ട പല ജോലികളൊക്കെ ചെയ്തെത്തിയ ആളുകളാണ്. അപ്പം നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. ഈ ധ്യാനത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ നിങ്ങൾ ആരൊക്കെയാ റെഡി ആയിട്ടുള്ളത്? ഒന്ന് കൈവക്കോ. ഓ, എല്ലാവരും തന്നെ റെഡിയാണ്. അപ്പം നമുക്ക് അപ്പച്ചനോട് ചോദിക്കാം. അപ്പച്ച, പേരൊന്ന് പറയാമോ? സി പൗലോസ് അത്തിക്കളം. അപ്പച്ചന് എത്ര വയസ്സുണ്ട്? 91 വയസ്സുണ്ട്. 91 വയസ്സുണ്ട്. അപ്പച്ചനാണ് ഈ വന്നിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ അപ്പച്ചൻ. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പച്ചൻ ഈ 3 ദിവസത്തെ ധ്യാനം? 3 ദിവസത്തെ ധ്യാനം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ, ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ ഗംഭീരമായിരുന്നു. എല്ലാവർക്കും ഈ പ്രായമായവർക്ക് ചെറുപ്പക്കാരാകാനുള്ള ഏറ്റവും വലിയ ഒരു ചാൻസാണിത്. അപ്പച്ചൻ പറഞ്ഞതുപോലെ ഇവരുടെ എനർജി നമ്മൾ കണ്ടത് പ്രായമായവർ എന്നൊക്കെ മാറ്റി നിർത്തി യുവജനങ്ങളെക്കാളും എനർജിയിലാണ് ഇവർ നമ്മളോട് സംസാരിച്ചത്. ഇനി അനുഭവം പങ്കുവയ്ക്കാൻ ആരാ റെഡി ആയിട്ടുള്ളേ? അതെ, ഇവിടെ ഒരു അമ്മച്ചി റെഡി ആയിട്ടുണ്ട്. അമ്മച്ചി, പേരൊന്ന് പറയാമോ? എൻ്റെ പേര് മറിയാമ്മ തോമസ്. അമ്മച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ ഇവിടെ കുറുമ്പനാടത്ത് വന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ധ്യാനത്തിന് പങ്കെടുക്കുന്നത്? 3ാമത്തെ പ്രാവശ്യമാണ് കൂടുന്നത്. 3ാമത്തെ പ്രാവശ്യമാണ് കൂടുന്നത്. ഈ പ്രാവശ്യം വന്നപ്പോൾ എന്തൊക്കെ പ്രത്യേകതകൾ? ഒരു അനുഭവമായിരുന്നു. ഈ പ്രാവശ്യം നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ പ്രാവശ്യവും നല്ല അനുഭവം. അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ ഈ 3ാമത്തെ പ്രാവശ്യവും വന്നിരിക്കുന്നത്. ഇങ്ങനെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ പഠിച്ചൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാവോ? ഇവിടെ പഠിച്ച പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ? ദൈവം തന്ന നന്മ കൊര അല്ല, എല്ലാരും കൂടെ ചേർന്ന് പാടിക്കോ. തന്ന നന്മകൾക്കൊരു നന്ദി പറഞ്ഞിടുവാൻ നാവിതുപോരാ, നാവിതുപോരാ, നായുസുമിതുപോരാ. ദൈവം തന്ന നന്മകൾക്കായി നന്ദി പറഞ്ഞിടുവാൻ നാവിതുപോരാ, നാവിതുപോരാ, ആയുസും ഇതുപോരാ. ശരിക്കും ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെയൊക്കെ പ്രായം കൂടുന്തോറുമാണ് നമുക്ക് ആ ഒരു ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ കഴിയുന്നെന്ന് തോന്നുകയാണ്. ഇതേ ഒരു അപ്പച്ചനും കൂടെ നമ്മളോട് വിശേഷങ്ങൾ പറയുകയാണ്. അപ്പച്ച, പേരെന്താ? എൻ്റെ പേര് PC ജോസഫ്. ഞാൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്. 33 വർഷമായി റിട്ടയർ ചെയ്തിട്ട് വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. കഴിഞ്ഞ യൂട്യൂബിൽ നിന്നാണ് കഴിഞ്ഞ ധ്യാനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് യൂട്യൂബിൽ കണ്ടതോടെയാണ് ഞാനും ഭാര്യയും കൂടെ ഈ ധ്യാനത്തിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചത്. മറ്റാരും പറഞ്ഞിട്ടല്ല. അവരുടെ ആ ഷെയറിങ്ങിൻ്റെ, അവരുടെ സന്തോഷവും അവർക്ക് കിട്ടിയ ബെനിഫിറ്റും ആ ഷെയറിങ്ങിലൂടെ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന് കൂടണമെന്നുള്ള ആ ഉത്തേജനം കിട്ടി. വളരെ സന്തോഷപ്രദമായ ദിവസങ്ങളായിരുന്നു ഇത്. വളരെയധികം മനോഹരമായിരുന്നു. വളരെയധികം ആധ്യാത്മിക ഉണർവിന് വേണ്ടി, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസായ ഞങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റാണ്, ഗോഡ് ഗിവൺ ഗിഫ്റ്റായിട്ട് ഞങ്ങളിതിനെ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇവർക്കൊക്കെ പറയാനുള്ളത് ഈ ധ്യാനം വലിയൊരു അനുഗ്രഹമായി മാറി എന്നാണ്. ഇനി നമുക്ക് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു അപ്പച്ചനുണ്ട്. നമുക്ക് അപ്പച്ചനോട് കാര്യങ്ങൾ ചോദിക്കാം. അമ്മച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ധ്യാനം? അമ്മച്ചിയുടെ പേരൊന്ന് പറയാതെ. എൻ്റെ പേര് എൽസമ്മ ജോർജ്. ഇത് എൻ്റെ നല്ല പാതി ജോർജ് കുട്ടി CV. അച്ഛൻ പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സാറാണ്. ഞാൻ ബാങ്കിൽ ജോലിയായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ ധ്യാനത്തിന് എൻ്റെ ഒരു സഹോദരൻ ഇവിടെ പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞ ധ്യാനത്തിന് ഒരു സഹോദരനും ഭാര്യയും എൻ്റെ അനിയത്തിയും വന്നു. അപ്പോൾ ഇത്തവണ ഒരു ധ്യാനം അറിഞ്ഞപ്പോൾ എനിക്ക് പോരണമെന്ന് തോന്നി. ഈ പുള്ളിക്ക് ഇച്ചിരി അസ്വസ്ഥതയൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ വന്നിട്ട് 3 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് ഇതിലും നല്ല അനുഭവമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കേൾക്കാനും, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പം ഇവിടെ വന്ന് ഈ കേൾക്കാനുള്ള ആ അവസരം നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി വന്നു. അദ്ദേഹത്തിനും നല്ല പറഞ്ഞു നല്ലായിരുന്നു, സന്തോഷമായി. അപ്പോൾ ഇവിടെ എല്ലാവരുടെ മുഖങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. ഇവരൊക്കെ ഈ സന്തോഷത്തിന് കാരണം ബഹുമാനപ്പെട്ട അച്ഛനാണ് ഈ ധ്യാനത്തിനെല്ലാം നേതൃത്വം നൽകി ഇത്രയും വയോജനങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥനാ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു ധ്യാനത്തിൻ്റെ? ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത്തെ ധ്യാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്.
ഇനി 5-ാമത്തെയും 6-ാമത്തെയും ധ്യാനം മാർച്ച് 10 മുതലും മെയ് 19 മുതലും നടത്തുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. വളരെ നല്ല അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. ഒത്തിരി പേർക്കിത് പ്രായമായവർക്ക് അനുഗ്രഹപ്രദമായതുകൊണ്ട് ഞങ്ങൾ ഏറെ സന്തോഷത്തോടെ ഈ ധ്യാനം അവർക്ക് വേണ്ടി ക്രമീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. 4 ദിവസമാണ് ഇവിടെ താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും തിരുവനന്തപുരം, അങ്കമാലി, കാഞ്ഞിരപ്പള്ളി, പാല, കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്നൊരു ദമ്പതിമാരുണ്ടായിരുന്നു. ധാരാളം പേര് അറിഞ്ഞു കേട്ട് താല്പര്യത്തോടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് അച്ഛനും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഷെയറിംഗ് ആണ് നിങ്ങളെക്കുറിച്ച് നടത്തിയത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടോ? അതായത് നമ്മുടെ ഒരു ആൻറ്റി നമ്മളോടൊപ്പം ചേരുകയാണ്. ആൻറ്റി എങ്ങനെയുണ്ടായിരുന്നു? ആൻറ്റിയുടെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ഫിലോമിന ഹിലരി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. കൊല്ലത്തുനിന്ന് വരുന്നു. അപ്പം ഷാജിത്തുമ്പച്ചൽ അച്ഛൻ്റെ ആമേൻ എന്നൊരു പരിപാടിയുണ്ട്, അത് കണ്ടിട്ടാണ്. അപ്പം മോള് UK നിന്ന് അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് അയച്ചു തന്നു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗ്രേസ്ഫുൾ റിട്രീറ്റ് ഉണ്ടെന്ന് അറിയുന്നതും ഞാനിവിടെ വരുന്നത്. ഇത് 4th റിട്രീറ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൂടുന്നത്. അപ്പം നമ്മളുടെ ഓൾഡ് ഏജ് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ഐശ്വര്യത്തോടെ ജീവിക്കാനുള്ള ഒത്തിരി എക്യുപ്മെൻറ്റ്സ് ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് അനേകർക്ക് ഇത് എൻകറേജ്മെൻ്റ് ആവട്ടെ. ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഒത്തിരി നല്ലതായിരുന്നു. ഫുഡ്, അക്കോമഡേഷൻ എല്ലാം എക്സലൻ്റ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. വളരെ ഹാപ്പിയായി. അപ്പോൾ ഇനിയും ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള ഒത്തുകൂടൽ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് പിക്നിക് ഉണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരു 2 days വന്ന് താമസിക്കുക. അത് കഴിഞ്ഞ് ബസ്സൊക്കെ പിടിച്ച് നമുക്ക് പിക്നിക്കിനൊക്കെ പോകണം. ദൈവവചനം പങ്കുവയ്ക്കും. നമുക്ക് യൂക്രിസ്റ്റിക് സെലിബ്രേഷൻ ഉണ്ട്. അനോയിൻറ്റിങ് ഓഫ് ദ സിക്ക്, അതാണ് ഇനി നടക്കാൻ പോകുന്ന പരിപാടി. അപ്പം നമ്മുടെ കൈയും കാലും ഒക്കെ നമ്മൾ കർത്താവിന് സമർപ്പിച്ചതാണ്. അതൊക്കെ വിശുദ്ധീകരിച്ച് നമ്മളെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ഞങ്ങൾ ഇന്ന് ഭവനത്തിലോട്ട് യാത്രയാകും. അപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവരെയും കണ്ടതിനും ഇനിയും കൂടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞതുപോലെ ഈ ഒരു പ്രായത്തിലും ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കൂടി കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. നമ്മളോടൊപ്പം ഒരു അങ്കിള് ചേരുകയാണ്. അങ്കിളെ, എന്താണ് പേര്? എൻ്റെ പേര് ജോസഫ്. ഞാനും ഭാര്യയും പിറവത്തുനിന്ന് വരുന്നു. ഞാനും കോട്ടയം രൂപതക്കാരനാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു 10 ധ്യാനത്തോളം കൂടിയിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും സന്തോഷമായ ഒരു ധ്യാനമാണിത്. മറക്കാനാവാത്തൊരു ധ്യാനമാണ്. 3 ദിവസവും കഴിഞ്ഞു പോയി ഞങ്ങൾ അറിഞ്ഞില്ല. ഇനി 1 ദിവസം നീട്ടിക്കിട്ടണേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്ര നല്ല ധ്യാനമാണ്. പ്രായമാർക്ക് ഏറ്റവും കൂടാൻ പറ്റിയ ധ്യാനമാണ് ഞങ്ങളുടെ അഭിപ്രായം. താങ്ക് യു. ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞു പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഒത്തിരി സന്തോഷം. അപ്പോൾ ഈ 3 ദിവസങ്ങൾ കഴിഞ്ഞു പോയത് ഇവർ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ദൈവത്തോടൊപ്പമായിരിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കാൻ ഉള്ളൊരു വലിയ അവസരമായിരുന്നു ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളൊരു അങ്കിളിനോട് ചോദിക്കുകയാണെങ്കിൽ, എന്താണ് പേര്? എൻ്റെ പേര് ബേബി ജോസഫ് എന്നാണ്. കൊടുനാട്ടുകുന്ന് ഇടവകക്കാരനാണ് ഞാൻ ഏതാണ്ട് 33 വർഷക്കാലം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത് ഇപ്പം റിട്ടയർഡായിട്ട് 24 വർഷമായി. എനിക്ക് വളരെ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നതിൽ വെച്ച് ആയുസ്സും ആരോഗ്യവും അതിനു മുകളിലായിട്ട് ആത്മീയതയുമാണ്. ഞാൻ ഓരോ ദിവസവും വളരെ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്ലാമ്പറമ്പിലച്ഛനും ഇതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും അവർ ഡയറക്ടർമാർ 2 പേർക്കും ആയുസ്സും ആരോഗ്യവും ആത്മീയതയും കൊടുക്കണം. കാരണം വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ വന്നതിൽ വളരെ സന്തോഷകരമാണ്. ഇത് പരിചയപ്പെട്ടതിൽ വെച്ചും ഇവർ പല സ്ഥലങ്ങളിൽ, ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലാണെങ്കിലും പല അതിരൂപതയിൽ നിന്ന് വന്ന് വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. ശരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. എങ്കിലും ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശരിക്കും ഇത് ഇവർക്ക് സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പ്രാർത്ഥനയുടെയും വലിയ അനുഭവമായിരുന്നു. ഈ ഒരു റിട്രീറ്റ് അനേകർക്ക്, ഇത് കാണുന്ന അനേകർക്ക് കൂടി അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.